നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ പോകാനായിട്ട് ഇറങ്ങി. 6:30 ആയിട്ടുണ്ട്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കിടക്കുമ്പോൾ 12 മണിയാവും, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ കിടക്കുമ്പോൾ. ഇന്നലെ നമ്മൾ എത്തിയപ്പോഴും 10 മണിയായി കേട്ടോ. കാരണം 8 മണിക്ക് എത്തേണ്ടതായിരുന്നു. റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഹൈദരാബാദ് എത്തിയപ്പോഴേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു കുറേ സമയം. ഇന്നലെ ഒരു മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ കിടന്ന് കുറേ സമയം വേസ്റ്റ് ആയിട്ടോ, 1.5 മണിക്കൂറോളം. പക്ഷെ അതുകൊണ്ട് നമ്മൾ 10 മണിയായി എത്തിയപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കണ്ടേ, മുടങ്ങാതിടണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ 12:30 മണിയായി. 5 മണിയായപ്പോൾ എഴുന്നേറ്റു. ഉറക്കക്ഷീണം നന്നായിട്ടുണ്ട്. നമ്മൾ ഈ 6 മണിക്ക് തിരിച്ചാൽ അടുത്ത 4ാമത്തെ ദിവസമെങ്കിലും നമ്മൾ വാരണാസി എത്തും. പതിയെ പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമയം കാണിക്കുന്നത് വേദ കേട്ടോ വീഡിയോ എടുത്തുനിന്ന്. പതിയെ പോയാലും അത് കുഴപ്പമില്ല. പക്ഷേ വേദയ്ക്ക് സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് തിരിച്ചെത്തണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിപ്പിടയ്ക്കുന്നത്. എല്ലാവരും സഹകരിച്ച് നമ്മൾ രാവിലെ തന്നെ യാത്ര തിരിക്കുന്നു. പുറത്തെ അവസ്ഥ എന്താണ്, നേട്ടം പുറത്തിറങ്ങിയിട്ട് വലിയ തണുപ്പില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകാം, എന്താണ് തണുപ്പോ എന്താണ് അവസ്ഥ എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ 3rd ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പോവാം. ഓക്കെ, ഡേ 3യുടെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6:37 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ തണുപ്പ് സത്യം പറഞ്ഞാൽ ഇപ്പോഴേ ഇല്ല, അത്രയും തണുപ്പില്ല. അപ്പോൾ എങ്കിലും ചെറിയ തണുപ്പ് കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് തണുപ്പ് കൂടുതലായിരിക്കും. തണുപ്പുള്ള സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് പോവാം. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും തണുപ്പുണ്ട്. ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. 2 ചായ. വേദ എണീറ്റില്ല, വേദയ്ക്ക് ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് വേദ പറഞ്ഞില്ല, വേദ ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഭയങ്കര തണുപ്പില്ലെങ്കിലും തണുപ്പുണ്ട്. ജാക്കറ്റ് ഇടേണ്ട തണുപ്പുണ്ട്. ഗൂസ് ബംസ് കണ്ട, രോമൊക്കെ അഴിച്ചു നിൽക്കുന്നു. അങ്ങനെ 2 ചായ പറഞ്ഞു. അയ്യോ, കപ്പ് നോക്ക് ചായയുടെ. 15 രൂപയുടെ ചായയാണ് കേട്ടാ. വേണോ? എഗ് ചായ. ഇഞ്ചി ചായ തുടങ്ങി. ഇഞ്ചി ചായ. എഗ് കപ്പ്. ദൂസറ കപ്പ് അല്ലേ, അങ്ങനെയാണ് പറയാം. ഇതാ ചൂടുണ്ടേ. ചായ കൂടി കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കടകളുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ബ്രെഡ്, ജാം, പഴം എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. കടകളില്ല എങ്കിൽ ഇതുപോലൊരു ചായക്കടയിൽ നിർത്തി ബ്രെഡും ജാമും കഴിച്ച് ചായയും കുടിക്കുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ വളരെ മാന്യതയോടെയാണ് കഴിക്കുന്നത്. കാരണം പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. 2 ദിവസം കൊണ്ട് 12 മണിക്ക് ഉറങ്ങുന്നു. യാത്രാ ക്ഷീണം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു ഉറങ്ങാനാണ് പ്ലാൻ. ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അടിപൊളിയായിട്ട് ഉറങ്ങി, വായും തുറന്നു വെച്ച് ഉറങ്ങി. ഉറങ്ങി വരുമ്പോഴായിരിക്കും അയ്യോ വാ തുറന്നിരിക്കുന്നത് ഇങ്ങനെ മൈൻഡ് പറയേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉണരും. അങ്ങനെ നന്നായിട്ട് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉറങ്ങണം. ഇനി അടുത്ത് ഞാൻ കടകളുണ്ടോയെന്ന് നോക്കുകയാണ്. ഇന്ന് ചിലപ്പോൾ കുറച്ച് കടകൾ കാണും. നാളെ മുതൽ ഒട്ടുമായിരിക്കും കടകൾ ഉണ്ടാവില്ല. അപ്പോൾ കടകളുണ്ടെങ്കിൽ ഇന്ന് കഴിക്കാം. ഇല്ല എങ്കിൽ ഏതെങ്കിലും ചായക്കടയിൽ നിർത്തി ബ്രെഡൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് ചായക്കടയോ എന്തെങ്കിലും ടിഫിൻ സെൻ്റർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കടകൾ ഓപ്പൺ അല്ല. അപ്പോൾ ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്നു. ചായക്കടയെങ്കിലും ഉണ്ടെങ്കിലും നിർത്തി കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങും. നോക്കി വന്നൊന്നും കണ്ടില്ല. ഒരു ചായക്കട കണ്ടങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ധാബയുണ്ട്. പക്ഷെ അവിടെ ഫുൾ ലോറിക്കാരും അവർ വേറെ സെറ്റപ്പ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ഒന്നും കഴിക്കാനില്ലെന്ന് തോന്നുന്നു, ചായ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഏതാ വാടി, ചായ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്കോടയാ? പക്കോട. നമുക്ക് ബ്രെഡും എല്ലാം ഇതിൽ നിന്നും കൂടെ ഒരു പ്ലേറ്റ് വാങ്ങിക്കാം. എന്തായാലും ബ്രെഡും പഴമൊക്കെ വാങ്ങിച്ച് വെച്ചത് നന്നായി. ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. ഇന്നിപ്പം ബ്രെഡ് കഴിക്കാം. അവിടെ നിന്ന് ഒരു ഉള്ളിപ്പക്കോട വാങ്ങി 3 ചായക്കൂടെ പറയാല്ലേ. പുള്ളി ചായയൊക്കെ പഴയ സ്റ്റൈലിന്. കഴിച്ചോടി. വേദയ്ക്ക് ന്യൂട്ട് പ്ലേറ്റ് വേണോ? ഞാനല്ല വരുത്തിയാലും. പ്ലേറ്റ് വേണോ? ഇതെന്തിനാ എടുത്ത? ഞാൻ പോയി പ്ലേറ്റ് കൂടെ എടുത്തിട്ട് വരാം.
പ്ലേറ്റ്, ഉപ്പ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ തണുപ്പും വെയിലും. ജാക്കറ്റ് ഇടാൻ അത്ര തണുപ്പില്ല. തീൻ ചായ പറഞ്ഞ വൈകിടോ കഴിച്ചു കഴിക്കാൻ നീ വേണ്ടേ? ആഹാ അറിഞ്ഞില്ലടേ. एक कप ഇനി ആക്ഷനൊക്കെ നടക്കൂ. അത് ചൂടാക്കണേന്ന് തോന്നുന്നു. എന്താണത്? ന്യൂട്രലെങ്ങനെ? ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കില്ല. അപ്പോൾ ചേട്ടൻ കറക്കുന്ന കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ കറക്കുമ്പോൾ അത് ചൂടാവുമെന്ന് തോന്നുന്നു. നല്ല ചായ. ഇഞ്ചിയൊന്നുമില്ലേ? വേദ ജാമ് കഴിക്കില്ല. അപ്പോൾ അവൾക്കാണ് ന്യൂട്ടല്ല. എനിക്ക് ന്യൂട്ടല്ല ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ജാമ്. രണ്ടെണ്ണം മതിയല്ല പൊന്നു? പ്ലേറ്റിൽ വയ്ക്കാം. ആ ഉള്ളിയും കൊള്ളാം, ഉള്ളിപ്പക്കോട. പക്ഷെ ചൂടൂടെ ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു. അവർ ഇത് നമ്മുടെ ബ്രെഡും ജാമും. മിക്സഡ് ഫ്രൂട്ട് ജാം. അതൊക്കെ വേണം ഒരെണ്ണം ജാം വെച്ച്. മോന്ത പോണത് പറഞ്ഞത്. കണ്ടത് വാങ്ങി വെച്ചത് നന്നായിട്ട്. ഇങ്ങോട്ട് കടകൾ കുറവ്. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ കുറച്ച് ടിഫിൻ സെൻറ്റർ എന്നൊക്കെ പറയാൻ കണ്ടു. അപ്പം ഇങ്ങോട്ടും കാണുമെന്ന് എഴുതി, പക്ഷേ ഇല്ല. ദാബകളുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് ദാബയിൽ കയറി കഴിക്കാം. എന്താ ഏട്ടനെ? 3 ബ്രെഡ് മതി ഏട്ടന്. ഞാൻ 4 വയ്ക്കട്ടാ. ഞാൻ ഒരു ബ്രെഡ് എടുത്ത് ഒരു പക്കോടയും കൂടെ പറയാം. കൊള്ളാം കേട്ടോ അത്. ഇവിടെ എല്ലാവരും ഇത് തന്നെ കേട്ടോ കഴിക്കുന്നത്. ഇതായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശ ഇഡലിയൊന്നുമില്ല. വേദ ചിരിക്കുന്നില്ല, വേദയ്ക്കൊരു സന്തോഷമില്ല, ഉത്സാഹമില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരോട്, വേദ ചിരിക്കാത്തത് വേദ എപ്പോഴും ഉറക്കാണ്. ഉറക്കം എണീറ്റ് നമ്മൾ വരുമ്പോൾ അത്ര ക്ഷീണം മുഖത്തുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വേദയ്ക്ക് ട്രിപ്പ് പോകുന്നത് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അവളുടെ ഏജ് അതാണ്. അവൾക്ക് കൂടുതലും ഇഷ്ടം പിള്ളേരുമായിട്ട് കളിക്കുക, അങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുക, കുട്ടികളായിട്ട് കളിക്കുക, അതൊക്കെയാണ് അവളുടെ ഇഷ്ടം. അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചോദിച്ചു അമ്മയുടെയും ചീമയെടുത്തൊക്കെ നിർത്തിയിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അത് മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി സെക്കൻഡ് ഡേ ആകുമ്പോൾ വേദ വിളി തുടങ്ങും. എവിടെ എത്തി, എപ്പോൾ വരും. അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് പോകുന്ന യാത്രയിൽ ഒരു സന്തോഷം തോന്നില്ല. അയ്യോ വേദയെ കൂടെ കൊണ്ടുപോകാം. വേദ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മളങ്ങനെ മാറി നിന്നിട്ടില്ല ഇത്രയും നാളായിട്ട്. കുഞ്ഞിനെ പോലെ അങ്ങനെ മാറി നിന്ന് ശീലമൊക്കെ ഉണ്ടെങ്കിൽ ശരി. അവൾക്ക് മിസ് ചെയ്യും, നമുക്കും മിസ് ചെയ്യും. അതുകൊണ്ടാണ് വേദയെ കൂടി കൂട്ടുന്നത്. വേദയ്ക്ക് ഇഷ്ടം കളിക്കാൻ തന്നെയാണ്, യാത്ര ചെയ്യുന്ന ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ വേദ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. വേദ എപ്പോഴും ഉറക്കമാണ്. കഴിക്കാൻ നേരെ എണീറ്റ് വരുമ്പോൾ ആ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് വേദ ചിരിക്കാതിരിക്കുന്നത്. ഒന്ന് ചിരിച്ചു കാണിച്ചോട്ടാ. ചിരി നല്ലല്ലേ? ചിരി ഗോഷ്ടി കാണിക്കല്ലേ, എപ്പോഴും ഗോഷ്ടിയാണ്. നമ്മൾ വാരണാസിയിലേക്കുള്ള ട്രിപ്പിൻ്റെ 3-ാം ദിവസത്തിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പകുതി എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തത് നിറയെ മങ്കീസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. വീഡിയോ എടുത്തപ്പോൾ ഒറ്റൊന്നതിനെ കാണാനില്ല. അത് നിങ്ങളെ കാണിക്കാനാണ്. നിറച്ചങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ കൂടെയൊക്കെ നടക്കണം. അങ്ങനെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ ഒന്നിനെയും കാണാനില്ല. അതാ പോകണം. മങ്കി. ഇത് കണ്ടോ. ഇതുപോലെ നിറയെ ഉണ്ടായിരുന്നു അപ്പുറത്തൊക്കെ. ഇപ്പോൾ ഇവിടെ 1-2 ഒക്കെ ഉള്ളൂ. കടുക് പാടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. കോട്ടനാണ് ഇവിടെ കൂടുതലും കണ്ടത് കേട്ടോ. കടുകൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. നാളെ മുതലായിരിക്കും കൃഷികളും കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ ലാസ്റ്റ് ഇതുവഴി പോയത് കുംഭമേളയ്ക്കാണേ. അപ്പോൾ പോയതിനെ കാട്ടി റോഡ് നല്ലതാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ നമ്മളിന്ന് സിയോണിയിൽ റൂം എടുക്കാമെന്നായിരുന്നു പ്ലാന്. പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തും എന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് റോഡ് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഡൈവേഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ ഇന്നലെ ഹൈദരാബാദ് വരെയും പല സ്ഥലങ്ങളിലും ഡൈവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ ലേറ്റ് ആയത്. പക്ഷെ ഇതൊരു കുഴപ്പമില്ലാണ്ട് ഇതുവരെയും പോവാണ്. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇത് വരുമോയെന്ന് അറിയില്ല. എന്തായാലും ഇത് കോട്ടൺ കൃഷിയാട്ടോ. കോട്ടൻ്റെതാണ്. ഇതിൽ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഭയങ്കര വെയിൽ കേട്ടോ. തണുപ്പുണ്ട് എങ്കിലും ഭയങ്കര വെയിൽ. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. എവിടെയെങ്കിലും തണലുള്ള ഭാഗം കിട്ടുകയാണെങ്കിൽ ഇറങ്ങിയിട്ട് കോട്ടൻ്റെയൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കോട്ടൻ്റെതും കടുക് പാടവും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്ക് പുതിയ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയല്ലോ. അപ്പോൾ അവർക്കൂടെ ഒന്ന് കാണിക്കണ്ടേ. അതുകൊണ്ടാണ് എവിടെയെങ്കിലും തണൽ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നാളെ നിറയെ ഉണ്ടാവും കേട്ടോ. പക്ഷെ കോട്ടൺ ഉണ്ടോയെന്ന് തോന്നുന്നില്ല അല്ലേ. കടുകാണ് കൂടുതലും. അപ്പോൾ തണലുള്ള ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് കാണാവേ. ഇതിപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര വഴിയാണ് പോകുന്നത്. ഇവിടെ നിറയെ കാളവണ്ടികളും പശുക്കളും ആടുകളെക്കാട്ടി ഞാൻ കൂടുതൽ കണ്ടത് പശുക്കളാട്ടോ. റോഡിലൂടെ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തും ഒക്കെ നടക്കുന്ന പശുക്കൾ. അപ്പം നമ്മൾ അത്രയും സൂക്ഷിച്ചില്ല എങ്കിൽ പശുക്കളൊക്കെ എടുത്ത് ചാടും. നല്ല സ്പീഡിനായിരിക്കും വണ്ടി പോകുന്നത്. പശുവിനെയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അത്രയും സൂക്ഷിച്ച് തന്നെ പോകണം. എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പശുവിനെയൊക്കെ ഇങ്ങനെ ഇറക്കി വിടും കേട്ടോ. അത് നമ്മളെ വണ്ടിയിൽ തട്ടിയും മുട്ടിയൊക്കെ പോകും. അതിനറിയില്ലല്ലോ വണ്ടിയാണെന്നുള്ളത്. അപ്പം നമ്മളാണ് അത് ശ്രദ്ധിച്ച് പോകാനായിട്ട്. ഈ ഏരിയയിൽ ആടിനെ വലിയ രീതിയിൽ കണ്ടില്ല കേട്ടോ. കാളവണ്ടിയൊക്കെ നിറയെ കണ്ടായിരുന്നു. അതിൻ്റെതൊക്കെ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും തണുപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ ചുമ രാവിലെ ഇട്ടുകൊണ്ടതങ്ങ് ഇട്ടേക്കണമെന്നേ ഉള്ളൂ. നമ്മൾ വെള്ളം വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. സ്ഥലം എന്തോ മഹാരാഷ്ട്രയാണ്. पानी बॉटल पानी टू बॉटल വേണോ? അടുത്ത ഇതാണ് അവൾ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാലേ മാഗി കഴിക്കാൻ ഒരു കൊതി ഉണ്ടായിട്ട് മാഗി നോക്കി വന്നതാട്ടോ. ഇവിടെ മാഗി ഒന്നും കണ്ടില്ല. എനിക്കങ്ങ് വേണ്ട. എന്ത് കണ്ടാലും വേണം. എന്ത് കണ്ടാലും കൊള്ളില്ലെങ്കിലും നിന്നേ പറ്റൂ. നമ്മൾ ഹൽദിറാംസിൻ്റെ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്ന ഒരു ഫുഡ് സ്പോട്ടിലാണ് കയറിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കുംഭമേളയ്ക്ക് പോയിട്ട് വന്നപ്പോൾ നമ്മളിവിടെ കയറി കഴിച്ചായിരുന്നു. ഹൽദിറാംസ് കുറച്ച് കത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. നാച്ചുറൽ സ്പൈസ് അതാണെന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ അത് നമ്മൾ നൂഡിൽസൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വേദയ്ക്കുന്ന നൂഡിൽസ് നമുക്കായാലും നൂഡിൽസൊക്കെ കഴിക്കാമെന്നുള്ള രീതിയിൽ അല്ലടാ ആ കട ഇതാണ്. ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തത്. നമുക്കിന്ന് വെജ് നൂഡിൽസാണ് നമ്മൾ വാങ്ങിച്ചത്. നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഇപ്രാവശ്യം അവിടെ നിന്ന് കഴിച്ചിട്ട് ഹൽദിറാംസ് കയറി സ്വീറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങാം. ഇവിടെയാണ് ആ കട കേട്ടോ. കടയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. തിരക്കില്ല. ഒന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ 1 മണി ആവണതേ ഉള്ളൂ. നൂഡിൽസ് മതി. നമ്മുടെ സെഷ്വാൻ നൂഡിൽസാണ്. എന്താ ഞാൻ ഒരു മിനിറ്റ് നിനക്കും എന്ത് വേണം നോക്ക്. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്. റൊട്ടി ഹേ ചപ്പാത്തി അറിയട്ടെ. 1 മിനിറ്റ്. തന്തൂരി ഗോബി വാങ്ങിക്കാം. കോളിഫ്ലവർ ഡ്രൈ ആയിട്ടുള്ളത്. കറി വെള്ളം വേണോ? ഡ്രൈ ആണ് നല്ലത്. എനിക്ക് ഫ്രൈഡ് റൈസ് അവൾക്കുള്ളത് നോക്കണം. കുറച്ചേ കാണുള്ളൂ. വെജ് ഹക്ക നൂഡിൽസ്. സെഷ്വാൻ നൂഡിൽസ് है. एक सेशवान नूडल्स, 4 चपाती. चपाती साइज कैसा है? चपाती साइज सर तवा चपाती अपने पास. 4 പറയാം. 3 उसके बाद दूसरा बना के कितना टाइम लगेगा? 3 अभी 3 है
उसके बाद एक चाहिए तो कितना टाइम मिलेगा? जल्दी आपको हाँ लगे ओके ओके, तीन अभी तीन 3 चपाती, 1 चना चिल्ली चना, चिली चिकन और एक शेजवान नूडल्स, 1 सेशवान, 1 हक्वा, एक हक्का नूडल्स, एक चिली चना, 3 ചപ്പാത്തി. ഇവിടെ ഷേക്കാ ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഐസ്ക്രീം ഇന്ന് കഴിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. അവിടെ ഒരു 5 to 10 minutes എടുക്കും. നൂഡിൽസ് ഒക്കെ അല്ലേ പറഞ്ഞു, എല്ലാം അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. ചെറിയൊരു തണുപ്പേ ഉള്ളൂ കേട്ടോ, ഭയങ്കര തണുപ്പൊന്നുമില്ല. അപ്പോൾ ആ സമയം നമ്മൾ ഹൽദിറാമിൽ പോയി ഒരു കുഞ്ഞു ഷോപ്പിംഗ്. അവിടെ എല്ലാത്തിനും ഭയങ്കര വിലയാണ്. നോൺ വെജ് റോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാം കേട്ടോ. നമ്മൾ ഇനി അമ്പലത്തിലൊക്കെ അല്ലേ പോണത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ KFC ഒക്കെ കഴിക്കുമല്ലോ അല്ലേ? തുടങ്ങിയില്ലല്ലേ? അവിടെ KFC ഉണ്ട്, അതുകൊണ്ടാണ് വേറെ അമ്മോ KFC ഉണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കി വരായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത് ഓർമ്മയുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല ഫുഡ്. എന്താ അതിന് ഈ ആലു പൊറാത്തൊക്കെ ഇനി നാളെ മുതൽ അതായിരിക്കും. അതുകൊണ്ട് ഇന്നിപ്പം കഴിച്ചിട്ട് പോകുന്നത് ഹൽദിറാമിൽ കയറി സ്വീറ്റ്സ്. ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, പക്ഷെ കുറച്ച് കത്തിയാണ്. അവിടെ അത്രയും കത്തിയല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് വാങ്ങണത്. പക്ഷെ ഇവിടെ നിന്നല്ല അവിടെ നിന്ന് വാങ്ങണത്. എൻ്റെ സ്വീറ്റ് വേണ്ട, റെഡി ടു ഈറ്റ് ഇതൊന്നും നമുക്ക് വേണ്ട, നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ സ്വീറ്റ്സ് ആണ് കൂടുതലും. എന്ത് വേണം? എന്ത് വേണം നോക്ക്. എന്നാൽ ഇവിടെ മൈസൂർ പാക്ക് അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. അത് മതിയോ? വേറൊന്നും വേണ്ടേ? വേറൊന്നും വേണ്ട? അതൊക്കെ നോക്ക്. റസ്മലായി അത് പറ്റൂല. പേസ്ട്രി ഡയറി മിൽക്ക് പോലെ അല്ലേ? ബാർ പേസ്ട്രി അത് എന്തോ. റബഡി വേണോ? കേസർ മലായി ഇതിങ്ങനെ വേണോടാ? വേറെ ഫുൾ കൺഫ്യൂഷനായി എന്ത് വേണം എന്നുള്ളത്. ടേസ്റ്റ് വേറെ ആയിരിക്കും. ഓക്കെ, ബിൽ ഇതൊക്കെ എപ്പോഴും കഴിക്കണല്ലേ? കഴിക്കാത്ത സാധനങ്ങളല്ലേ പൊന്നു വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യേണ്ടത്. എന്താ കേസർ മലായി ഉണ്ട്. ഹിന്ദി പഠിച്ചു. $51. മൈസൂർ പാക്കിൻ്റെ വില $16. കുഴപ്പമില്ല. എന്താ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ല, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണ്. എങ്കിലും നാട്ടിൽ കിട്ടാത്ത സാധനം വേണം കഴിക്കാൻ അല്ലേ? ഇപ്പം നമ്മുടെ നൂഡിൽസ് ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു, നിഗമിക്കുന്നു. ഒരു ഫാനിൻ്റെ വലുപ്പം നോക്കിയേ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് കേട്ടോ ഇവിടെ തണുപ്പ്. സമ്മറിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇത് മതിയാവൂലായിരിക്കും, അതായിരിക്കും ഇത്രയും വലുതിട്ടിരിക്കുന്നത്. അന്ന് നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അവിടെ വേറെ ഫുഡ് കോർട്ട് പോലെ, ഫുഡ് കൗണ്ടർ അല്ല, ഇവിടെ ഇപ്പോൾ ഫുഡ് കൗണ്ടറിന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കുകയാണ്. 5 മിനിറ്റിൽ വരുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂറായി. എന്നിട്ടും ചപ്പാത്തിയും കടലക്കറിയും മാത്രമേ വന്നുള്ളൂ. നൂഡിൽസ് ചില്ലി ചന മീൻസ് കടല കേട്ടോ. ഒരു ഗോപി മഞ്ചൂരിയൻ്റെ ഒക്കെ ടേസ്റ്റ്. ഞാൻ കടിച്ച ഒരെണ്ണം ക്രിസ്പി ആയിരുന്നു. ഞങ്ങൾ ഗോപിയാണ് പറഞ്ഞു, അപ്പോൾ ഇവിടെ ഗോപി ഇല്ലാന്ന്. ഗോപി സീസൺ ആയിരിക്കുമല്ലോ. ഗോപി എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ. എന്ത് അറിഞ്ഞൂടാത്തവരുണ്ടാവില്ല, നിനക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു. കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തി വയ്ക്കുന്ന റൊട്ടി ഇങ്ങനെയാണ്. ഒരു റൊട്ടിയുടെ ഏട്ടൻ കഴിക്കും. ഒന്നുകൂടെ പറഞ്ഞ സമയത്ത് കൊണ്ടു തരും. സോ സോഫ്റ്റ്. ഒരു ചില്ലി കഴിച്ചേ, എന്ത് ടേസ്റ്റ്.
5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്. അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞല്ലോ. നൂഡിൽസ് ക്യാ ഹൈ? हक्का मेरा कुछ और हो അത് കുഴപ്പമില്ല, ഷെയർ ചെയ്യാം. रख दूँ ये सब ഇതർ ഇതർ ഇതർ. दो प्लेट ഇത് ഹക്ക നൂഡിൽസ് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഞാൻ അതിൽ നിന്നൊരു മുളക് എടുത്ത് കഴിച്ച് ഭയങ്കര എരിവ്. എരിവ് ഞാൻ അത് കഴിച്ചതിൻ്റെ എരിവുണ്ടല്ലോ, അത് എരിവ് എനിക്ക് തോന്നിയില്ല. സെഷ്വാൻ നൂഡിൽസ് എരിവുള്ള ഇല്ലേ? വേദന നൂഡിൽസ് പറഞ്ഞു. शेजवान इधर उधर നാരങ്ങ ഭ്രാന്തിക്ക് നാരങ്ങ വന്നു. ओह बिल्कुल വേദന നൂഡിൽസ് കഴിച്ചോക്കട്ടെ. എൻ്റെതാണ് വേദനയാണ് നല്ലതെന്ന്. ഇത് ഹക്ക നൂഡിൽസ് അല്ലേ? സെഷ്വാൻ. എൻ്റെതാണ് ഹക്ക നൂഡിൽസ്. എല്ലാം കൂടെ എരിവ് എന്നോട് പറ്റില്ല. വേദയുടെ സെഷ്വാൻ നൂഡിൽസാണ് നല്ലത്. ചൂടും എരിവും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര എരിവ്. ബാബുളിയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയി. ഭയങ്കര എരിവ്. സെഷ്വാൻ നൂഡിൽസ് വേദന വാങ്ങിച്ചപ്പോഴേ പറഞ്ഞ എരിവായിരിക്കുമെന്ന്, പക്ഷെ ഭയങ്കര എരിവായിപ്പോയി. അത്ര കഴിച്ചില്ല, ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. ഒരെണ്ണമായി രണ്ടിനും എരിവുണ്ടായിരുന്നു, ചനയ്ക്ക് എരിവുണ്ടായിരുന്നു. ഒരെണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു, രണ്ടെണ്ണം വേണ്ടായിരുന്നു. ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്ന് എഴുതി രണ്ടെണ്ണം വാങ്ങിയത്. ബാക്കി വെച്ചിട്ടൊന്ന് ഐസ്ക്രീം കഴിക്കാം. ഏതാ കുക്കി ആൻഡ് ക്രീം? ഞാനൊരു സാൻഡ്വിച്ച് ഐസ്ക്രീം. വേണമെന്നൊന്നും വേണ്ട, ഞാനും എണ്ണം കൂടെ പകുതി എടുക്കാം. എനിക്ക് ഇത്രയും വേണമെന്നില്ല. ഹൽദിറാമിന്ന് ആ സാധനം കഴിച്ചുകൊണ്ട് വലിയ ഇതില്ല. ഒരു സൈഡ് വാനില, ഒരു സൈഡ് ചോക്ലേറ്റ്. എത്രയായി? ഫുഡ് ഉള്ളായിരുന്നു, എരിവായിപ്പോയി. ഇതിൽ 500 രൂപയുള്ളേ. നമ്മുടെ സാൻഡ്വിച്ച് ഇതുപോലെ, പക്ഷെ 2 ഫ്ലേവർ ഉണ്ട്. കൊള്ളാമോ അത്? വേണ്ടോ? ഇതെല്ലാം വേണം. ഇതിപ്പോൾ മഹാരാഷ്ട്ര വഴി നമ്മൾ പാസ് ചെയ്ത് പോവുകയാണേ. മഹാരാഷ്ട്ര ഇത് ഒരു കയറ്റമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുംഭമേളയ്ക്ക് പോയപ്പോൾ ഒരു ലോറി മറിഞ്ഞിട്ട് മണിക്കൂറുകളോളം നമ്മളിവിടെ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഒരു ടൈഗർ റിസർവ് സെൻ്ററൊക്കെ ഉണ്ട്. അതാണെങ്കിൽ അതാണ്. ഈ ടോളിൻ്റെ റേറ്റ് 170 രൂപയാട്ടോ കാറിന്. പക്ഷേ നമുക്ക് 15 രൂപയാവുള്ളൂ. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട്. ഇതുവരെ 32 ടോളാണ് നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുള്ളത്. ഈ 32 ടോളുകളും നമ്മൾക്ക് 15 രൂപ വെച്ചാണ് ഒരു ടോളിനായിട്ടുള്ളത്. എല്ലാ ടോളും ഞാൻ ആനുവൽ പാസ് ചാർജ് ചെയ്തിട്ടുള്ളത് വർക്കായിട്ടുണ്ട്. ഞങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വർക്കാവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയണമല്ലോ. എല്ലാം ഇന്ത്യക്കകത്തുള്ള എല്ലാ നാഷണൽ ഹൈവേയുടെ ടോൾ വഴി പാസ് ചെയ്ത് പോയാലും നമുക്ക് 15 രൂപ ആവുള്ളൂ. ഇപ്പം തന്നെ 32 ആയി. അപ്പം നമ്മൾ ഈ ആനുവൽ പാസ് ചാർജ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം തന്നെ ഒരു ഓൾമോസ്റ്റ് 6,000-7,000 രൂപയോളം നമുക്ക് ആയാനെ. അത്രയ്ക്കും വേണ്ടിയിട്ട് 32 പറയുമ്പോൾ ആലോചിച്ചേക്കും, ഒരു 100 രൂപ വെച്ച് പോട്ടെ, കുറഞ്ഞത് ഒരു 50 രൂപ വെച്ച് കൂട്ടി നോക്കിയാൽ എത്ര രൂപ ആവും എന്നുള്ളത്. അപ്പം അതൊരു വലിയൊരു കാര്യമാട്ടോ. നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവരാണ് എങ്കിൽ, ടോൾ പ്ലാസാസ് കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആനുവൽ പാസ് എടുക്കുക. ഭയങ്കര ഉപയോഗമുണ്ട്. പിന്നെ ഈ ലുലു മോളിലെ ടോൾ ഫാസ്ടാഗൊന്നും അതൊന്നും വർക്കാവില്ല കേട്ടോ. നാഷണൽ ഹൈവേയുടെ എല്ലാ ടോൾ പ്ലാസാസും വർക്കാവും. ഇതാണ് ഞാൻ ആ പറഞ്ഞ കയറ്റം കേട്ടോ. അതിനെ ഹിന്ദിയിൽ ഘാട്ട് എന്നെന്തോ ആണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഘാട്ട് വഴി പോവുകയാണ്. ഈ കുറച്ച് അത്യാവശ്യം കയറ്റവും വളവും ഒക്കെ ഉള്ള റോഡാട്ടോ. അപ്പം ബ്ലോക്കിൽ എത്രയോ മണിക്കൂറുകളോളം എത്രയോ വണ്ടികളന്ന്
കുംഭമേളയ്ക്ക് പോയപ്പോൾ ഇവിടെ കിടന്നത് ഭയങ്കര ന്യൂസായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കയറ്റത്തിൽ വലിയ വലിയ ലോറികളും മറ്റുമൊക്കെ. ഇവിടെയാണ് എന്താ ഒരു ടൈഗർ റിസർവ് സെൻ്റർ ഉള്ളത്, ചോർ ബാഹുലി എന്താണ് പേര് കേട്ടോ. ഇവിടെ വൈൽഡ് ആനിമൽസ് ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഫോറസ്റ്റ് ആട്ടോ, രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കൂടെ വലിയ വലിയ ട്രക്കുകൾ ലോറികളൊക്കെ വെയിറ്റും കയറി ഈ കയറ്റം കയറി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്നത് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് സംഭവിച്ചൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ ഭയങ്കര ക്യൂവിൽ കിടക്കാം കേട്ടോ. അപ്പോഴേ കുറേ സമയം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാറ് ബാക്കിലോട്ട് പോകണൊരു ഫീല്. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ അത് കാറ് ബാക്കിലേക്ക് പോകണം. അത് കേട്ടപ്പോൾ ഏട്ടൻ ടെൻഷനായിട്ട്, ഏട്ടാ ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ, അന്ന് നമുക്ക് ബലേന കേട്ടോ, ഓട്ടോമാറ്റിക് അല്ല, ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ മാറ്റുന്നു, ആക്സിലേറ്റർ കൊടുക്കുന്നു, ബ്രേക്ക് ചവിട്ടുന്നു, എന്നിട്ടൊന്നും വണ്ടി നിൽക്കുന്നില്ല. വണ്ടി പുറകോട്ടേ ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടി പുറകോട്ടേ പോകണുള്ളൂ. ഇതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞാനും ടെൻഷനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടാ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടും വണ്ടി ഇങ്ങനെ പോകൊണ്ടിരിക്കുന്നത്, എന്തോ പണി കിട്ടി. പക്ഷെ ബാക്കിൽ വണ്ടികളൊന്നും ഹോൺ അടിക്കുന്നില്ല. നമ്മുടെ കൂടെയുള്ള വണ്ടികൾ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് ചില സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള വണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി പുറകോട്ട് വരുന്നൊരു ഫീല് വരും. അത് ഈ ഫിസിക്സിലൊക്കെ നമ്മൾ അതിനെന്തോ പഠിക്കാം, എന്തോ ഒരു തിയറി ഉണ്ട് കേട്ടോ, അതിനെ പറ്റി എനിക്ക് പറഞ്ഞാൽ അറിയില്ല. അത് സംഭവിച്ചതാണ് കേട്ടോ. അത് അന്നും മനസ്സിലാക്കി. അതിനുശേഷം മിക്കവാറും ഒക്കെ ഇതുപോലെ നമ്മൾ ക്യൂവിലൊക്കെ ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ വണ്ടികൾ പുറകോട്ട് വരുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ആവും. അന്ന് ഞാൻ പെടുത്തിയ പാട് കണ്ടിരുന്നു. അത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഏട്ടനും പെട്ടെന്ന് കയറ്റമില്ലേ, അപ്പം ഹാഫ് ക്ലച്ച് കിട്ടിയില്ല എന്നുള്ളൊരു ടെൻഷനില്ല. ഏട്ടനും ക്ലച്ച് കിട്ടുന്നു, ഗിയർ മാറ്റുന്നു, ആക്സിലേറ്റർ ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് ഇടുന്നു, എന്നിട്ടൊന്നും ഒരു ഇതും കാണുന്നില്ല. അയ്യോ അന്ന് കുറേ ടെൻഷൻ അടിച്ചു. ഇന്ന് ഇപ്പം അങ്ങോട്ട് ഇതുവഴി പോയപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. പെഞ്ച് ടൈഗർ റിസർവ് സെന്റർ എന്നാണ് ആ ഒരു ടൈഗർ റിസർവ് സെന്ററിന്റെ പേര് കേട്ടോ, മഹാരാഷ്ട്ര. അത് അപ്പുറത്ത് സഫാരി, ഞാൻ പറഞ്ഞ ഛോട്ടാ ബാഹുലി, അതാണ് സഫാരി. നമ്മൾ ശരിക്കും ഒന്ന് സിയോണിയിൽ റൂം എടുക്കാൻ പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ നമ്മൾ സിയോണി എത്തും. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു എനിക്ക് ജബൽപൂർ എടുക്കാം. അപ്പോൾ കുറച്ചൊരു 7-8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ജബൽപൂർ എത്തും. വേറെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ ഇന്ന് അവിടെ ആയിരിക്കും റൂം എടുക്കുന്നത്. പിന്നെ നാളെ പതിയെ എണീറ്റ് പോകുന്നതേ ഉള്ളൂ, കാരണം അടുത്താണ്. പിന്നെ കുറച്ച് 500 കിലോമീറ്റർ അല്ലേ, 400 കിലോമീറ്ററിൻ്റെ ഉള്ളൂ ജബൽപൂർ നിന്ന് വാരണാസി. അപ്പോൾ നാളെ ഒന്ന് പതിയെ റിലാക്സ് ആയിട്ട് പോവാം എന്നാണ് പ്ലാൻ. നാളെ നമ്മൾ വാരണാസി എത്തും. പിന്നെ നമ്മൾ തെലുങ്കാന കഴിഞ്ഞ് വരുമ്പോൾ, നമ്മുടെ ഹൈദരാബാദിൽ നമ്മൾ റൂം എടുത്ത് സ്റ്റേ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ പത്തിച്ച് വരിക കേട്ടോ. ഈ റോഡിൽ ആകെ ഉള്ള ക്യാമറ തെലുങ്കാന സ്റ്റേറ്റിൽ അവിടെയാണ്. അവിടെ സ്പീഡ് ലിമിറ്റ് 60 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് ചേർന്നതിനൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുംഭമേള കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും ആ പെറ്റി വീട്ടിൽ വന്നു. ഇന്ന് ഞാൻ സ്പീഡ് ലിമിറ്റ് 60 ഏട്ടൻ കത്തിച്ച് വിടുമായിരുന്നു. ഞാൻ പറഞ്ഞു ഏട്ടാ സ്പീഡ് ലിമിറ്റ് 60 എന്ന് കൊടുത്തേക്കണമെന്ന് പറയുന്നതിന് മുന്നേ ഒരു ഫ്ലാഷ് വന്നിങ്ങനെ അടിച്ചു, പെറ്റി വീണിട്ടുണ്ട്. അത് 2000 എന്തോ കേട്ടോ എൻ്റെ പെറ്റി, അല്ലേ 2000 രൂപ എന്തോണം അതിൻ്റെ പെറ്റി. അത് 2 വഴിക്കും കൂടെ നമുക്ക് അടിച്ചിട്ടാണ്. അത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2000 രൂപയുടെ പെറ്റി അടിച്ചു. അപ്പോൾ ഈ റൂട്ടിൽ ഈ NH44 കന്യാകുമാരി ശ്രീനഗർ റോഡിൽ ഈ തെലുങ്കാനയിൽ വരുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ച് വരിക. അവിടെ ഒരു സ്പീഡ് ബോർഡ് വെച്ചിട്ടുണ്ട്, ക്യാമറ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. സ്പീഡ് ക്യാമറ അഹെഡ്, സ്പീഡ് ലിമിറ്റ് 60 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒന്ന് കുറച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്ലാഷ് അടിക്കുകയും ചെയ്യും, പെറ്റി വരികയും ചെയ്യും. ഇതാണ് ആ റിസർവ് സെന്ററിന്റെ റോഡ് കേട്ടോ. 2 സൈഡിലും ഫെൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ടൈഗേഴ്സ് ആനിമൽസ് ഒക്കെ ചാടാതിരിക്കാൻ വേണ്ടി നല്ല ഹൈറ്റിൽ തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഘാട്ട്. ചെറിയ കയറ്റമുണ്ട്, എന്നാൽ നല്ല വളവുമുണ്ട്. അപ്പം ഡ്രൈവ് ചെയ്യാൻ വലിയ ലോറിക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ലോഡുമായിട്ട് വരുന്നവർക്കൊക്കെ. നമുക്കപ്പം ഇങ്ങനെ പോകുന്നവർക്കും ഇങ്ങനെ അവരെ ഓവർടേക്ക് ചെയ്തൊന്നും പോകാൻ വലിയ പാടായിരിക്കും. വലിയ വണ്ടികളൊക്കെ ആകുമ്പോഴേ അവർക്ക് തിരിഞ്ഞ് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. ഇതൊക്കെ കയറ്റമാണ്. ഇത് വീഡിയോയിൽ എത്രയും കാണുന്നു എന്നെനിക്കറിയില്ല. ഇതിപ്പോൾ മധ്യപ്രദേശാട്ടോ. ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണെങ്കിലുണ്ട്, പക്ഷെ നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ കൃഷിയൊക്കെ പോയി അങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ. ഇത് കരിമ്പിൻ്റെ ഒക്കെ കണ്ടായിരുന്നു, അതെല്ലാം വാടി കരിങ്ങൊക്കെ നിൽക്കുന്നത് കണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. നോക്കി എന്ത് ഭംഗി ഉള്ള കാഴ്ചകളാണെന്ന്. പക്ഷെ എല്ലാം കരിഞ്ഞ് നിൽക്കുക കേട്ടോ. ഇനി നാളെ മുതലായിരിക്കും നമ്മുടെ കടുക് പാടവും എല്ലാം. നല്ല ഭംഗിയുണ്ടല്ലേ, ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ. അങ്ങനെ മധ്യപ്രദേശിലെ പ്രകൃതി രമണീയത തൂവി തുളുമ്പി നിൽക്കുന്ന
ഒരു തരിശ് ഭൂമിയിൽ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ഗൂസ് ബംസ്, ചെറിയ തണുപ്പ്. 3 ചായ, मीडियम लो, कम. शक्कर कम शक्कर अदरक डालना है ये अदरक डालना है സെപ്പറേറ്റാ ഓക്കെ डाल ഇഞ്ചി ചായ നമ്മൾ പറയുമ്പോൾ മാത്രമേ ഇട്ട് തരാറുള്ളൂ. കാരണം നമ്മളവിടുത്തെ പോലെ ഇങ്ങനെ തിളപ്പിച്ചിട്ടേക്കില്ല. നമ്മൾ പറയുമ്പോൾ അതനുസരിച്ച് അവർ വേറെ സ്നാക്സിലേക്ക് നോക്കുകയാണ്. ബാ ഇവിടെ ഇരിക്കാം. എനിക്കറിയാതെ തണുക്കുന്നത് ഇരുന്നപ്പം. അത് അവിടെ എന്തോ തീയിട്ടേക്കണായിരിക്കും. ഇതൊക്കെ കൃഷി ചെയ്ത് ഉണങ്ങി കരിങ്ങൊക്കെ കിടക്കണം കേട്ടോ. എന്താണ് സംഭവം എന്നറിയില്ല. കൊള്ളാം എന്തായാലും. നാളെ മുതൽ തണുപ്പായിരിക്കും. ഇനി നമ്മള് ജബൽപൂർ എത്താൻ ഒരു മണിക്കൂറില്ലല്ലേ, കുറച്ച് ദൂരേ ഉള്ളൂ. അവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇഞ്ചിര ഹിന്ദി എന്തെന്ന് ചോദിക്കാനാണ്. ഇഞ്ചിര ജിഞ്ചർ കാ ഹിന്ദി ക്യാ ഹേ? എടുക്കട്ടാ? നിനക്ക് ഏത് ചായ വേണം? കുറച്ചേ ഉള്ളൂ. കപ്പ് വെയിറ്റ് ഒന്നുമില്ല. ചൂട് മധുരം കുറച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മധുരം ആടിന് മധുരം കൂടുതലായിരിക്കും. എനിക്ക് കറക്റ്റ്. ചായ കുടി കഴിഞ്ഞു. നേരെ നമ്മളിനി റൂമിലേക്ക് പോവാണ്. വേദ ചുമ്മാ ഈ കൊച്ചിതിനാണ് പറഞ്ഞത്, ഉറങ്ങുക തിന്നുക. നമ്മൾ ജബൽപൂർ എത്തിയിട്ടുണ്ട്. ജബൽപൂർ പ്രോപ്പർ ടൗൺ അല്ല, പോകുന്ന NH-ലാണ് നമ്മളിപ്പോൾ റൂം എടുത്തിട്ടുള്ളത്. ഓർബിറ്റ് ഹോട്ടൽ, റോയൽ ഓർബിറ്റ്, സോറി, ഇവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. ചെക്ക് ഇൻ പ്രോസസ്. ആ റൂമിലേക്ക് പോവാം. വളരെ വിശാലമായിട്ടുള്ള റൂമാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ റൂം, സത്യം പറഞ്ഞാൽ. കാരണം ഇന്ന് നാളെ നമ്മൾ പതിയെ പോകുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ എടുക്കാറ്. ഇന്നിപ്പോൾ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. കാരണം അങ്ങോട്ട് പോയാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി നേരെ വാരണാസി 6th ഫ്ലോറിലാണ് നമ്മുടെ റൂം. സോ ഗൈസ്, നമ്മുടെ റൂം ടൂറാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആദ്യമേ ബാത്റൂം കാണിച്ച് നശിപ്പിച്ചു. ബാത്റൂമും കിടക്കയും സുഖമായില്ലെങ്കിൽ സത്യമായിട്ട് അന്നത്തെ ദിവസം പോക്കാണ്. ഇന്നലെ നമുക്കതുപോലൊരു പണിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇത്രയും പ്രതീക്ഷയില്ല ആക്ച്വലി ഞാൻ റൂം എടുത്തപ്പോൾ. പക്ഷേ റൂം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇതാണ് നമ്മുടെ റൂം. ഇനി സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ട് പോയി ഡിന്നറും കഴിച്ചിട്ട് വന്ന് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നമ്മൾ വന്ന സമയം ഒരു 6 മണിക്കാണ് നമ്മൾ റൂം എടുത്തത് കേട്ടോ. നല്ല ഇരുട്ടി, ഒരു 8 മണിയുടെ ഫീലായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ എത്ര മണിയായി? 7:28. ഇനി ഡിന്നർ കഴിക്കാൻ പോകണം. അപ്പോൾ ലിപ്സ്റ്റിക് ഇടാവുന്നതായി. ലിപ്സ്റ്റിക്കൊക്കെ പോയി രാവിലെ ഇട്ടത്. എനിക്കാണോ മതി? ലിപ്സ്റ്റിക്ക് മതി, കുറച്ച് മതി. ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ പോകും. താഴെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പുറത്തേതെങ്കിലും കട ഉണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ എടുത്തത്. തണുപ്പുണ്ട് അല്ലേടാ? പുറത്ത് തണുപ്പില്ലേ? എന്താ പറയുന്നത്, താഴത്തെ റെസ്റ്റോറൻറ്റിലുണ്ടെങ്കിൽ അങ്ങനെ അവിടെ കുറച്ച് കത്തിയാവാനാണ് ചാൻസ്. പുറത്തുണ്ടെങ്കിൽ, പുറത്ത് നല്ല കടകളുണ്ടെങ്കിൽ അങ്ങനെ എന്തെന്ന് വെച്ചാൽ നോക്കാം. ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബാറ്റപ്പ് വീഡിയോയിൽ വന്നില്ല. വാ കാണിച്ചൂട്. നമ്മൾ താമസിക്കുന്ന എല്ലാവരും കാണണ്ടേ. നമുക്ക് ബാറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. വിശാലമായ ബാത്റൂമൊക്കെയാണ്.
ഇന്നലെ നമ്മൾ സ്ഥിരം അവിടെയാണ് റൂം എടുക്കുന്നത്. പക്ഷെ ഇന്നലെ കിട്ടിയ റൂമൊക്കെ വളരെ മോശമായിരുന്നു കേട്ടോ. മോശം മീൻസ് കുഴപ്പമില്ല, എനിക്ക് എന്തോ ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്തു. അതുകൊണ്ടൊരു ഞാൻ പറയില്ല, ഉറക്കമൊന്നും സുഖമായില്ല. ഇവിടെ എന്തോ ഒരു ഫാഷൻ ഷോ ഒക്കെ നടക്കുകയാണ്. യുവിക ചൗധരി അവരുടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര ലക്കിലിയാണ് ഈ ഒരു ഹോട്ടൽ കിട്ടിയത് കേട്ടോ. റോഡ് സൈഡിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റോഡ് സൈഡ്, അല്ലെങ്കിൽ നമ്മൾ ടൗൺ ഇറങ്ങി കറങ്ങി കണ്ടുപിടിച്ചൊക്കെ എടുക്കണമായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അഗോഡയിൽ നോക്കിയപ്പോൾ കണ്ടു, പോകുന്ന വഴിക്ക് മാപ്പിൽ നോക്കിയപ്പോഴും കണ്ടു. അപ്പോൾ പിന്നെയാണ് അങ്ങനെയാണ് ഇവിടെ കയറിയത്. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ കയറിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് കരുതി, അധികം സമയമൊന്നും ആയില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെയൊക്കെ ധാബകളും മറ്റും ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചാൽ ഇവിടെ എങ്ങനെയാണ്, റേറ്റ് കൂടുതലാണോ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അറിഞ്ഞൂടാ എവിടെ നിന്ന് കഴിക്കണം. അവരുടെ തന്നെ അല്ലേ ഇതും? അല്ല, അപ്പുറത്തെ സൈഡിൽ ധാബ ഉണ്ട്, പഞ്ചാബി ധാബ. അവിടെ കഴിക്കണം പഞ്ചാബി ധാബ. അപ്പോൾ ഇവിടെ കയറി കഴിക്കാം, വാ. നമ്മൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ ഈ മറ്റേ ഫാഷൻ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. മറ്റേ ബൊഫയും കാര്യങ്ങളുമായിട്ട് അവരുടെ ഭയങ്കര തിരക്ക് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ളത് തന്നെ ഓർബിറ്റ് എന്ന് പറഞ്ഞുള്ള വേറൊരു അവരുടെ തന്നെയാണ്, അവരുടെ ഹോട്ടലിൻ്റെ പേര് ഓർബിറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഫാഷൻ ഷോ ഇട്ടത് കാരണം ഷെഫ് ഇല്ല, അവൈലബിൾ അല്ല. ബട്ടൂര, മസാല ദോശ, ചില്ലി പനീർ, ഫ്രൈഡ് റൈസ് അല്ലേ, ഇത്രയും മാത്രമേ ഉള്ളൂ. മെനുവിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്, മോമോസും സാൻഡ്വിച്ചും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു ബട്ടൂരയും പറഞ്ഞു, ഏട്ടനൊരു മസാല ദോശയും പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുൾ തിരക്കാട്ടോ ഇവിടെ. ഫുൾ ഈ ഫാഷൻ ഷോയുമായി ബന്ധിച്ചിട്ട് ഭയങ്കര തിരക്ക്. ഇല്ലെന്നെങ്കിൽ നമുക്ക് വേറെ സാൻഡ്വിച്ചൊക്കെ പറഞ്ഞതാണ്, പക്ഷേ ഇല്ല. നല്ല മസാല ദോശ വന്നു. ഇനി അടുത്ത പൂരി ഉണ്ടാക്കൂ. പക്ഷെ ദോശ നല്ലതായിട്ടിരിക്കുന്നത്. കൊള്ളാം. എനിക്കാണ് ഞങ്ങൾ പൂരി പറഞ്ഞു. മധ്യപ്രദേശിലാണ് മഹാരാഷ്ട്ര, എല്ലാത്തിനും മധുരം. അത് മധുരമല്ല, അപ്പം മഹാരാഷ്ട്രയിലായിരിക്കും. ഇത് ഏട്ടൻ്റെത്. ഞങ്ങൾക്കുള്ളത് ചോള ബട്ടൂര. ഇപ്പോൾ ബട്ടൂര വെള്ളത്തിലൊന്നും എണ്ണയിൽ ഇപ്പോൾ ഇടേ ഉള്ളൂ. ഒരു കിച്ചനും ഒരു ഷെഫും ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ താമസം ഉണ്ടാവും. അവർ പറഞ്ഞു 15 മിനിറ്റ് എടുക്കുമെന്ന്. അതാ നമ്മുടെ ബട്ടൂര പറഞ്ഞു. ബട്ടൂര ചന പ്ലേറ്റൊക്കെ ഐസ് പോലെ ഇരിക്കുന്നു. കഴിച്ചോക്കടെ. കൊള്ളാമോ ബട്ടൂര? ബട്ടൂര കൊള്ളാം. അപ്പോൾ എന്തായാലും 3ാമത്തെ ദിവസത്തിൻ്റെ യാത്ര കഴിഞ്ഞു. ഫുഡ് കഴിക്കുന്നു, റൂമിൽ പോകുന്നു, വീട്ടിലെല്ലാം റൂമിൽ പോകുന്നു, ഉറങ്ങുന്നു. നാളെ രാവിലെ വീണ്ടും 4ാമത്തെ ദിവസം. നാളെ നമ്മൾ വാരണാസി എത്തും. വാരണാസി എത്തത്തേക്കുള്ള അവിടുത്തെ വിശേഷം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാളത്തെ വിശേഷം നാളത്തെ വീഡിയോയിൽ കാണാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.